ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗാമി ആഗ്നസ് ജാക്സൺ. ഞാൻ പാലാ രൂപതാംഗമാണ്. പാലായ്ക്കടുത്ത് പയപ്പാറാണ് എൻ്റെ സ്വദേശം. വീട്ടിൽ അപ്പ, അമ്മ, 2 അനിയത്തിമാർ. പരിശുദ്ധ അമ്മയിലൂടെ, ജപമാലയിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുക. ഒരു പ്രാർത്ഥനാ അന്തരീക്ഷമുള്ള വീട്ടിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പയും അമ്മയും എല്ലാം എൻ്റെ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നവരായിരുന്നു. ഞങ്ങൾ 3 പേരെയും എന്നും അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുപ്പിക്കാനായിട്ടും വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയിലും അതുപോലെ തന്നെ സഭയോടും രൂപതയോടും ഇടവകയോടും ഒക്കെ പ്രത്യേകമായിട്ടും ചേർന്ന് നിന്നവരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ മൂല്യമൊക്കെ കിട്ടിയാണ് ഞാൻ വളർന്നത്. പക്ഷേങ്കിലും പരിശുദ്ധ അമ്മയോട് എനിക്ക് പ്രത്യേകമായ അടുപ്പമോ ഭക്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ ഡിഗ്രി കാലഘട്ടങ്ങളിൽ ഞാൻ പഠിക്കാനായിട്ട് പോയി. അവിടെ ഹോസ്റ്റലിലൊക്കെ ആയിരുന്ന സമയത്ത് ജപമാല പ്രാർത്ഥനകൾ അങ്ങനെ ചെല്ലുന്ന ഒരു സ്വഭാവമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം തന്നെ ചെല്ലാറില്ലായിരുന്നു. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുള്ളത് കൊണ്ട് അങ്ങനെ ജപമാല ചെല്ലുന്ന ശീലം എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ആ ജപമാല പ്രാർത്ഥനയൊക്കെ മുടങ്ങി തുടങ്ങി. അത് മനസ്സിലാക്കിയ എൻ്റെ വീട്ടുകാർ, അവർക്കറിയായിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഞാൻ പാപ സാഹചര്യങ്ങളിൽ പെട്ടുപോകാനായിട്ടും ഒക്കെ സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ എന്നെയും കൂടി ഉൾപ്പെടുത്താനായിട്ട് തുടങ്ങി. അവർ സന്ധ്യാപ്രാർത്ഥന നടക്കുന്ന സമയത്ത് എന്നെ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ മെസ് ടൈം കഴിയുമ്പോഴാണ് അവരെന്നെ വിളിക്കുക. അവർ സന്ധ്യാപ്രാർത്ഥനയും അതിനനുസരിച്ച് അവർ ക്രമീകരിച്ചു. അങ്ങനെ അവരുടെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാനും ഇവിടെ നിന്ന് പങ്കെടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു ജപമാല ഭക്തിയിൽ അപ്പോഴും എന്നെ വീട്ടിൽ നിന്ന് അകലെയാണെങ്കിലും എന്നെ വളർത്തുവാനായിട്ട് അവർ പ്രത്യേകം ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കാണ്, എനിക്കൊരു സെമസ്റ്ററിന് മാർക്ക് ഇച്ചിരി കുറഞ്ഞു. ഒരു വിഷയത്തിന് ഞാൻ അത്യാവശ്യം പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. പക്ഷേങ്കിലും ഒരു വിഷയത്തിന് ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ മാർക്ക് കുറച്ച് ഡൗൺ ആയിപ്പോയി. അപ്പം ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു വിഷമ സാഹചര്യമായിരുന്നു. കാരണം അതുവരെ പരിശുദ്ധ അമ്മ ഞാൻ ചോദിക്കുന്നതൊക്കെ തന്നെ എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ഓർക്കാണ്, ആദ്യമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ജപമാല എടുത്തത് എൻ്റെ ഓർമ്മയിൽ അന്നാണ്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് വേറെ ആരും സഹായിക്കാനായിട്ടോ ആശ്വസിക്കാനായിട്ടോ വീട്ടിൽ വിളിച്ച് അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനപ്പുറം എൻ്റെ ഉള്ളിലുള്ള സങ്കടം എനിക്ക് പറയാനായിട്ട് ഞാൻ കണ്ടെത്തിയ സ്രോതസ്സ് പരിശുദ്ധ അമ്മയായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൈകളിൽ ജപമാല എടുത്ത് ഞാൻ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു. അന്ന് ആ ജപമാലയിലൂടെ ആദ്യമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ഒരു സഹായം ഞാൻ തേടുന്നതെങ്കിൽ പോലും, അത്രയും ആത്മാർത്ഥതയോടെ തേടുന്നതെങ്കിൽ പോലും പരിശുദ്ധ അമ്മ എനിക്ക് അന്ന് തന്ന ഒരു ആശ്വാസം, ഒരു സഹായമൊക്കെ വളരെ വലുതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തി. നാട്ടിലെത്തുമ്പോഴും നാട്ടിൽ ഞങ്ങൾക്കൊരു ഇടവക കൂട്ടായ്മയുണ്ട്. അവിടേക്ക് ഞാൻ കടന്നു ചെന്നു. ഒരു യൂത്ത് എന്ന നിലയിൽ അങ്ങോട്ടേക്കൊക്കെ കടന്നു ചെല്ലാനായിട്ട് എനിക്കൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെയും ആ ഒരു കൂട്ടായ്മ ലീഡറിൻ്റെയും ഒക്കെ നിർബന്ധപ്രകാരമാണ് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുക. പക്ഷേ ആ കൂട്ടായ്മയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ശക്തമായ ജപമാല പ്രാർത്ഥനയോടെയാണ് അവിടെ കൂട്ടായ്മ ആരംഭിക്കുക. വചന ശുശ്രൂഷയുണ്ട്, ആരാധനയുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം ജപമാല പ്രാർത്ഥനയാണ്. ആ ജപമാല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യേ യുവാക്കൾ, കുട്ടികൾ, മുതിർന്നവരൊക്കെ എല്ലാവരും മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് ഓരോ നിയോഗം സമർപ്പിച്ച് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള ഒരു ജപമാല പ്രാർത്ഥനയാണ്. അപ്പോൾ അതിൽ അവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു ഞാൻ അതുവരെ എൻ്റെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു ആത്മീയ മേഖലയിലാണെങ്കിലും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണെങ്കിലും അതൊരു ഡെയിലി റൊട്ടീനായിട്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ട്. അപ്പം മറ്റു യൂത്ത് ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഞാൻ അവരെക്കാളെല്ലാം ഭേദപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ എന്ന ചിന്തയിൽ ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് ഞാൻ എന്തൊക്കെയോ ആണ് എന്നൊരു അഹങ്കാരത്തിൻ്റെ പുറത്താണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ജപമാല ചെല്ലാൻ പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് പോലും ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ ഈ കൂട്ടായ്മയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ സ്നേഹമോ അടുപ്പമോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നൊരു ശക്തമായ തിരിച്ചറിവ് എനിക്ക് ആ കൂട്ടായ്മയിലൂടെയാണ് ലഭിച്ചത്. അപ്പം ആ ഒരു അഹങ്കാരത്തിൻ്റെ മേഖലയിൽ നിന്നും പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഒരു ആദ്യത്തെ പുണ്യം എന്ന് പറയുക, അമ്മയിൽ വിളങ്ങിയിരുന്ന ഏറ്റവും വലിയ പുണ്യമായ എളിമയാണ് അമ്മ എനിക്ക് തന്നത്. ഒന്ന് എളിമപ്പെടാനായിട്ട് ആ കൂട്ടായ്മയിലൂടെ പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ അഹങ്കാരത്തിൻ്റെ മേഖലയിൽ നിന്നും ഒരു ചെറിയ എളിമപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിച്ച മൊമെൻറ്റിൽ തന്നെ ഞാൻ ഓർക്കാണ്, അന്ന് ആ കൂട്ടായ്മയിൽ തന്നെ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം കൊടുത്തു. ഒരു യൂത്ത് മകളെ, ആരാധനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് സന്ദേശം തന്നതാണ്, ഒരു യൂത്ത് മകളെ ഈശോ സ്പർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് കുറച്ച് യൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനായിരിക്കത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അത്ഭുതകരമായിട്ട് അത് കഴിഞ്ഞപ്പോഴും സന്ദേശം കിട്ടുകയാണ്, ആ യൂത്ത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് ഉറപ്പായിട്ടും ബോധ്യമായി അത് ഞാനാണ്. അതുപോലെ തന്നെ കൂട്ടായ്മ കഴിഞ്ഞപ്പോൾ ആ ലീഡർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്നെക്കുറിച്ചാണ് സന്ദേശം കിട്ടിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ വിശ്വസിക്കുന്നില്ല എന്ന് കേട്ടപ്പം എനിക്ക് മനസ്സിലായി അത് ഞാനാണെന്ന്. അങ്ങനെ ആ പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ എളിമപ്പെടാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. അതിനുശേഷം ആ കൂട്ടായ്മ ലീഡർ എന്നോട് പറഞ്ഞു, നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി, കൂടുതൽ സമയം നീ ജപമാലകളൊക്കെ പറ്റുന്ന പോലെയൊക്കെ കൂടുതലായിട്ട് ചെല്ലുക, അപ്പോൾ ഉറപ്പായിട്ടും സ്വർഗ്ഗം നിന്നിലേക്ക് കൃപകൾ വർഷിക്കും എന്ന് പറഞ്ഞു. അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പേഴ്സണൽ ജപമാലകളൊക്കെ ചെല്ലാനായിട്ടൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ഓർക്കാണ്, ഒരു ദിവസം ഞാൻ പഠിക്കാനായിട്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയം തന്നെ എനിക്ക് ഉഴപ്പാനായിട്ടുള്ള ഒരു ടെൻഡൻസിയും കൂടെ തോന്നി. യൂത്താണ്, അപ്പം ഒബ്വിയസ്ലി കുറച്ച് നേരം മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ആ സമയം ഞാൻ ഓർക്കാണ്, പെട്ടെന്ന്
ഒരു ദൈവിക സ്വരം ഞാൻ കേൾക്കുകയാണ്. ഞാനുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിൽ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സന്ദേശം എനിക്ക് ആ ഗ്രൂപ്പിലൂടെ ലഭിക്കാറുണ്ടായിരുന്നു. അവിടെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അമ്മയുടെ ഏത് സന്ദേശം എടുത്ത് നോക്കിയാലും അമ്മയ്ക്ക് നമ്മളോട് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു സന്ദേശം എൻ്റെ ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ ആ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്കറിയാം ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ദൈവിക സാന്നിധ്യം നമ്മളിലേക്ക് പെട്ടെന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ കൂട്ടായ്മയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനും കല്ല് നിരത്തി കൈയൊക്കെ വിരിച്ചു പിടിച്ച് ആദ്യമായിട്ട് ഒരു ശക്തമായൊരു ജപമാല എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ചെല്ലി. അങ്ങനെ ആ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇത് എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല. കാരണം കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ ഞാൻ ഏത് അവസ്ഥയിൽ പോയി എന്ന്. കാരണം അത്രയ്ക്കും ഒരു സ്വർഗീയ അനുഭൂതി എനിക്ക് ആ പരിശുദ്ധ ജപമാലയുടെ സമയത്ത്. ഞാൻ ഓർക്കാണ് പരിശുദ്ധ അമ്മയാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ രഹസ്യങ്ങളും എങ്ങനെ ചെല്ലണം, ആ രഹസ്യം ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ട് പാടി അതോടൊപ്പം ദൈവത്തെ സ്തുതിച്ച് ആ സ്തുതിപ്പൊന്നും എനിക്ക് നിർത്താൻ പോലും സാധിക്കാത്തവണ്ണം അത്രയ്ക്കൊരു അഭിഷേകത്തോടെ ആ ഒരു ജപമാല ചൊല്ലി തീർത്ത് പൂർത്തിയാക്കാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയോട് എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ഒരു അടുപ്പം. നമുക്ക് ശരിക്കും ആ ഒരു വ്യക്തിപരമായ അടുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ലൗകിക ആവശ്യങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറയാണ്, നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞാഗ്രഹം, ഞാനൊന്ന് പരിശുദ്ധ അമ്മയെ അറിയണം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹം എനിക്കൊന്ന് അനുഭവിക്കണം എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ച മൊമെന്റിൽ തന്നെ പരിശുദ്ധ അമ്മ അതിനായിട്ടുള്ള വഴികൾ എൻ്റെ മുമ്പിൽ ഒരുക്കി തരുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ ഉള്ളിലും വേണ്ടത് അതാണ്. നമ്മളൊന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവം അതിനായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ നമ്മളിലേക്ക് കൃപകൾ വർഷിക്കും. പക്ഷേ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ജപമാലകളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും ഞാൻ അറിയാതെ തന്നെ ഒരുപാട് കൃപകൾ പരിശുദ്ധ അമ്മ എന്നിലേക്ക് വർഷിക്കാനായിട്ട് തുടങ്ങി. ആത്മീയവും ഭൗതികവുമായ ഒരുപാട് മേഖലയിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ എന്നെ കൈപിടിച്ചുയർത്തുന്നത് എനിക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ശരിക്കും സ്വർഗം കൃപകളെല്ലാം ഒഴുക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. പരിശുദ്ധ അമ്മ അങ്ങനെ തന്ന ഏറ്റവും വലിയൊരു കൃപ, ഏറ്റവും ശ്രേഷ്ഠമായ എനിക്ക് ലഭിച്ച കൃപ എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ കുർബാനയാണ്. എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ അത് എന്നത്തെ ഒരു ഡെയിലി റൊട്ടീൻ പോലെ, എന്ന് രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എന്ന് രാവിലെ പള്ളിയിൽ പോകുന്നു, കുർബാന കാണുന്നു, ഈശോയാണെന്ന് പോലും ബോധ്യമുണ്ട്, പക്ഷേ അതൊന്നും ഹൃദയത്തിൽ അംഗീകരിക്കാനായിട്ടോ ആ ഒരു സ്നേഹമൊന്നും നുകരാനായിട്ടോ ഒന്നും സാധിക്കാതെ തിരിച്ചു വരുന്നു, പിന്നെ ഡെയിലി റൊട്ടീനിൽ പോകുന്നു. അങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. പക്ഷേ എന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ ചേർന്ന് നിൽക്കാനായിട്ട് തുടങ്ങിയോ അന്ന് തൊട്ട് പരിശുദ്ധ അമ്മ എന്നെ പരിശുദ്ധ കുർബാനയിലേക്ക് കൂടുതലായിട്ട് എന്നെ അടുപ്പിക്കാനായിട്ട് തുടങ്ങി. കൂടുതൽ ഒരുങ്ങി പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട്, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി ജപമാലകളൊക്കെ ചൊല്ലി പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകാനായിട്ട്, അങ്ങനെ ഓരോ രീതിയിൽ പരിശുദ്ധ അമ്മ എന്നെ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുക്കുന്നത് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ പലപ്പോഴും നമുക്ക് സാധിക്കുന്നതാണ്, നമ്മൾ വെറുതെ ഒരു ഡെയിലി റൊട്ടീൻ പോലെ പലപ്പോഴും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. അതിനപ്പുറം നമ്മൾ ആ പരിശുദ്ധ കുർബാന ഒരു അനുഭവം ആകാനായിട്ടൊന്നും നമ്മൾ ആഗ്രഹിക്കാറ് പോലുമില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മ എനിക്ക് തന്നൊരു ആഗ്രഹം അതായിരുന്നു, പരിശുദ്ധ കുർബാനയെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ടൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ പരിശുദ്ധ അമ്മ തന്നു. അങ്ങനെ ആ പരിശുദ്ധ ബലിക്കായിട്ട് പോകുമ്പോൾ ഇന്നത്തെ പോലെ പോവാതെ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തെ ദിവ്യബലിക്കായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കടന്നു പോകാനായിട്ട് ഒക്കെയുള്ളൊരു പ്രത്യേകമായ കൃപ പരിശുദ്ധ അമ്മയിനെ വർഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ഓർക്കാണ്, ഒരു സാബത്ത് ദിവസം, ഒരു ഞായറാഴ്ച ദിവസം, അന്ന് ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തിൽ രാവിലെ പ്രഭാത ബലിക്കായിട്ട് പോവുകയാണ്. അന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച്, അതിന് കുർബാനയ്ക്ക് തൊട്ട് മുൻപ് കുമ്പസാരിച്ച് ഒരുങ്ങി, അതുപോലെ തന്നെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ കടന്നു ചെല്ലുക. ഞാൻ പതിവില്ലാതെ ഒത്തിരി ആഗ്രഹിച്ചു, കാരണം തൊട്ട് മുൻപ് ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങിയതേ ഉള്ളൂ. അപ്പം ഏറ്റവും വിശുദ്ധമായൊരു ഹൃദയമാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ നീ സ്വീകരിച്ചതുപോലെ ഒന്ന് ഈശോയെ സ്വീകരിക്കാനായിട്ട്, എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഈശോയാണെന്നൊരു ബോധ്യത്തോടെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒക്കെയുള്ളൊരു കൃപ നീ ഒന്ന് തരണേ എന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ ജപമാലയൊക്കെ ചൊല്ലി ആ ദിവ്യബലിയിൽ പങ്കെടുക്കുക. പക്ഷേ കുർബാന പുസ്തകമൊക്കെ ഉപയോഗിച്ച് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതൊരു കുർബാന കാണലിനപ്പുറം ബലി അർപ്പണമാകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ പങ്കെടുക്കുക. പക്ഷേ എന്നിട്ടും എൻ്റെ ഒരു ബലി അർപ്പണം, ആ ഒരു കുർബാന സ്വീകരണത്തിന് മുൻപ് വരെ അങ്ങനെ വലിയ അഭിഷേകമോ ഒന്നുമില്ലാതെ സാധാ പോലെ അങ്ങ് പോവുകയാണ്. എനിക്ക് ആ ഈശോയുടെ പ്രസൻസോ അല്ലെങ്കിൽ ആ വിശുദ്ധ കുർബാനയിൽ എന്താണ് നടക്കുന്നതെന്നൊന്ന് അറിഞ്ഞ് അതിൽ പങ്കെടുക്കാനായിട്ടൊന്നും എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ പല വിചാരങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അസ്വസ്ഥപ്പെട്ടു. അങ്ങനെ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഞാൻ ഓർക്കാണ്, എനിക്ക് ആ ഒരു സമയമായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇത്രയും ഒരുങ്ങി ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ട് പോലും അത് വിശുദ്ധ കുർബാന എനിക്കൊരു അനുഭവം ആകുന്നില്ല, എനിക്ക് അതിൽ സജീവമായിട്ടൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയുള്ള സങ്കടമൊക്കെ എൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് കണ്ണടച്ച് പിടിച്ച് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ നിൻ്റെ മകനെ സ്വീകരിക്കേണ്ട, നീ സ്വീകരിച്ച പോലെ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ഈശോയെ സ്വീകരിക്കണം, ഒന്ന് ആഗ്രഹത്തോടെ എനിക്കൊന്ന് ഈശോയെ സ്വീകരിക്കണം. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛൻ എനിക്ക് ഈശോയെ തന്നു. ഞാൻ സീറ്റിലേക്ക് കടന്നു വന്നു.
സീറ്റിലേക്ക് കടന്നു വന്നപ്പം എനിക്കറിയാം ഗ്രൂപ്പിലൂടെ എനിക്ക് ബോധ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഈശോയെ കുമ്പിട്ട് ആരാധിക്കാറുണ്ട്, അല്ലെ സാഷ്ടാംഗ പ്രണാമം ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഈശോയെ സാഷ്ടാംഗ പ്രണാമം ചെയ്യാറില്ല. അപ്പോൾ ഈ ബോധ്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു അഹങ്കാരത്തിൻ്റെ പുറത്ത് ആ ബോധ്യങ്ങളൊക്കെ കിട്ടുമ്പോഴും നമുക്കതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കാണ് അന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അതിയായ ആഗ്രഹം കാണാൻ ഞാൻ ഓർത്തു ഈശോ എന്നിട്ട് ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ആരാധിക്കാം എന്നൊക്കെ ഓർത്ത് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഉടനെ എൻ്റെ സീറ്റിലേക്ക് കടന്നു വന്ന് ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഈശോയെ ആരാധിച്ച് അങ്ങനെ ഞാൻ ആ അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല, ഈശോയുടെ സ്നേഹം ആദ്യമായിട്ട് ആ ഒരു വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അല്ലാതെ എൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ അല്ലെ കോട്ടങ്ങളോ ഒന്നും ഓർത്തല്ല ഞാൻ കരഞ്ഞത്. ആ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ട് എനിക്ക് അവിടെ ഇരുന്ന് കരയാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ഓർക്കാണ് ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ദർശനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയും യൗസേപിതാവും എൻ്റെ ഇടത്തും വലത്തുമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഉണ്ണീശോ ഉണ്ട്. ആ ഉണ്ണീശോയെ പരിശുദ്ധ അമ്മ എനിക്ക് ഏൽപ്പിച്ച് എൻ്റെ മടിയിൽ വെച്ച് തന്നിട്ട് പോവുകയാണ്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലാണ്, അൾത്താരയോട് ഏറ്റവും ചേർന്നാണ് ഞാൻ അവിടെ നിൽക്കുക. അവിടെയാണ് ഞാൻ കുമ്പിട്ട അവസ്ഥ നിൽക്കുക. എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എന്നെ അതൊന്നും ബോധർ ചെയ്യിക്കുന്നില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പരിശുദ്ധ കുർബാനയ്ക്ക് ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ അന്ന് ആ ഒരു ദർശനം, ആ ഒരു ഒത്തിരി ആഗ്രഹത്തിൻ്റെ പുറത്ത് കണ്ണുകൾ അടച്ചിരുന്ന് ഈ ദർശനം കാണുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി. കാരണം എല്ലാ പരിശുദ്ധ കുർബാനയിലും ഇതാ സംഭവിക്കുന്നത്. ഓരോ പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ അമ്മ നമ്മളെ എങ്ങനെ ഈശോയെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മ എങ്ങനെ ഈശോയെ നോക്കിയോ, എങ്ങനെ ആ കുഞ്ഞുണ്ണിയെ നോക്കിയോ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞു മക്കളെ നോക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പരിശുദ്ധ അമ്മ എന്തേരം കാര്യമായിട്ടായിരിക്കും ആ ഉണ്ണീശോയെ നോക്കിയത്. ആ ദൈവപുത്രനാണെന്ന പൂർണ്ണമായ ബോധ്യത്തോടെ പരിശുദ്ധ അമ്മ ആ ഉണ്ണീശോയെ നോക്കിയതുപോലെ നമ്മളെ ഓരോരുത്തരെയും നോക്കാനായിട്ടാണ് പരിശുദ്ധ അമ്മ ഓരോ വിശുദ്ധ ബലിയിൽ നമുക്ക് ആ ഉണ്ണീശോയെ തന്നിട്ട് പോവുക. പക്ഷേ എന്നിട്ടും ഞാനൊക്കെ എത്രയോ അലസമായിട്ടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതെന്ന് ഞാൻ ഓർത്തു. എത്രയോ അവസരങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ആ വിശുദ്ധ കുർബാന അർപ്പണം കഴിയുമ്പോൾ ഈശോയെ മറന്നിട്ട്, എൻ്റെ ഉള്ളിലേക്ക് വന്ന ആ ദൈവത്തെ മറന്നിട്ട് ഞാൻ ജീവിക്കുന്ന എൻ്റെ അവസ്ഥകളൊക്കെ ഓർത്ത് ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെ ആ ഒരു പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു പരിശുദ്ധ കുർബാന അനുഭവമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പം അങ്ങനെ ആ ഒരു പരിശുദ്ധ കുർബാന കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട്, ആ ഒരു പരിശുദ്ധ കുർബാന അനുഭവം ആകുമ്പോൾ തന്നെ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ ആ ഒരു സന്തോഷത്തിൽ, എത്ര പ്രതിസന്ധി വന്നാലും നമുക്കത് സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് ഒക്കെയുള്ള കൃപകൾ പരിശുദ്ധ അമ്മ തരാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പരിശുദ്ധ കുർബാനയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ കൂടുതലായിട്ട് അടുപ്പിച്ചു. അത് ഞാൻ ചെറുതായിട്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ അതിനായിട്ടുള്ള വഴികൾ എനിക്ക് ഒരുക്കി തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓർക്കാണ് ഒരു ദിവസം വിശുദ്ധ ബലി കഴിഞ്ഞപ്പം ഞാൻ അല്പസമയം ദേവാലയത്തിൽ ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരുന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് ഒരു സുഗന്ധം ഫീൽ ചെയ്തു. അപ്പോൾ അതിന് മുൻപ് മാതാവിൻ്റെ സുഗന്ധമൊക്കെ കിട്ടുമെന്ന് പലരും പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സുഗന്ധം എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ആഗ്രഹം, കുഞ്ഞാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അന്ന് ആ വിശുദ്ധ ബലി കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈശോയെ സ്വീകരിച്ചിട്ട് അവിടെ ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു സുഗന്ധം ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ നിനക്കറിയാം എനിക്ക് അതിന് മുന്നേ നിന്നെ അങ്ങനെ സുഗന്ധമൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നീ ആണെങ്കിൽ എനിക്കൊരു അടയാളം തരണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ പരിശുദ്ധ അമ്മയോടൊരു അടയാളം ചോദിച്ചതൊക്കെ ഞാൻ മറന്നേ പോയി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി എപ്പോഴും ഞാൻ പേഴ്സണൽ പ്രേയറിന് ഇരിക്കുന്ന സമയം അങ്ങനെ പേഴ്സണൽ പ്രേയറിനെ ഞാൻ ഇരുന്ന് ഈശോയോട് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങനെയൊക്കെ ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് ഞാൻ ബൈബിൾ എടുത്ത് നോക്കുമ്പം എനിക്ക് കിട്ടുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോ നമ്മളെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്ന ഭാഗമാണ്. യോഹന്നാൻ സുവിശേഷകന് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഏൽപ്പിക്കുന്ന ഭാഗം. ശരിക്കും അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ എപ്പോഴോ ചോദിച്ച ഒരു അടയാളം അത് പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് ഞാൻ ആ പ്രേയറിനിരുന്ന സമയത്ത് എനിക്കത് കാണിച്ചു തരികയായിരുന്നു. ശരിക്കും പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യം അതാണ്, പ്രാർത്ഥിക്കുക. അമ്മയുടെ സന്നിധിയിൽ നമ്മൾ നിശബ്ദമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ സ്വർഗത്തിൻ്റെ കൃപകൾ നമ്മളിലേക്ക് പരിശുദ്ധ അമ്മ വർഷിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ഓർക്കാണ് അങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒക്കെ ബോധ്യങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പം ഈ സ്നേഹമൊക്കെ അനുഭവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതുവഴിയായിട്ട് ഈശോയെയും അനുഭവിക്കാനായിട്ട് പരിശുദ്ധ കുർബാനയൊക്കെ ചെറിയ അനുഭവങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പം ഞാൻ ഓർത്തു ഈശോ ഇതൊക്കെ പങ്കുവെക്കാനായിട്ട് ആരോടെങ്കിലുമൊക്കെ പങ്കുവെക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ എന്നൊരു കുഞ്ഞാഗ്രഹം ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് അതിനായിട്ട് ഒരുപാട് വാതിലുകൾ തുറന്നിട്ട് തരികയാണ്. ഞാനങ്ങനെ കരിസ്മാറ്റിക്കിൻ്റെ യൂത്ത് മിനിസ്ട്രിയായ YFOC യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റിൽ ഒരു അംഗമായിട്ട് ഈ പാലാ സോണിലെ അംഗമായിട്ട് കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ എന്നെ നിയോഗിക്കുകയാണ്. അങ്ങനെ അവിടെ ഇടവകൾ തോറും ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇടവകളിൽ പോയിട്ട് ഓരോ ഞായറാഴ്ചകളിലും ഒക്കെയുള്ള ശുശ്രൂഷകളിൽ യുവജനങ്ങളോടും കുട്ടികളോടും ഒക്കെ എനിക്ക് കിട്ടിയ ഈ കുഞ്ഞു അനുഭവങ്ങൾ അവരോട് പങ്കുവെക്കാനായിട്ട് അവരെയും ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഒക്കെയുള്ള കൃപകൾ എന്നിലേക്ക് പരിശുദ്ധ അമ്മ വർഷിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓർക്കാണ് ഒരിക്കലും ഒരു ശുശ്രൂഷ അത് മീനച്ചിൽ പള്ളിയിൽ വെച്ചിട്ടാണ് 3 ദിവസത്തെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ആയിട്ടുള്ള ശുശ്രൂഷയാണ്. അതിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയം
അപ്പോൾ എൻ്റെ അനിയത്തി അവൾ സിസ്റ്റർ ആവാനായിട്ട് CMC കോൺഗ്രിഗേഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് അവധിക്കായിട്ട് കറക്റ്റ് കിട്ടിയത് ഈ 3 ദിവസങ്ങളായിരുന്നു, എനിക്ക് ശുശ്രൂഷയുള്ള 3 ദിവസങ്ങൾ. അപ്പം അത് എനിക്ക് ഒത്തിരി സങ്കടകരമായിരുന്നു. കാരണം എനിക്ക് ഒത്തിരി നേരം ഒന്നും അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ ഒരു സഹനമെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെച്ചു. ഈ ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈശോയെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ എൻ്റെ കുഞ്ഞു സഹനം ഞാൻ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കാണ് അന്ന് ആ കാലഘട്ടത്തിൽ അമ്മ വീട്ടിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാലത്തിന് ശേഷമാണ് എല്ലാവരും ഒന്ന് എത്തുക. അമ്മേൻ്റെ സഹോദരങ്ങളെല്ലാം വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഈശോയെ എല്ലാവരോടും ഒന്ന് ഒരുമിച്ച് കൂടാൻ പറ്റുമായിരുന്നെങ്കിൽ, ഇപ്പോൾ അനിയത്തിയും വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഓർക്കാണ് ഒരു സാധ്യതയില്ല. കാരണം ഇവിടെ ഈ 3 ദിവസം കഴിഞ്ഞാൽ ഇവിടെ പോകും, പിന്നെ ഒരു സാധ്യതയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് ഇവൾക്ക് അവധി നീട്ടിക്കിട്ടുകയാണ്. അങ്ങനെ ഇവിടെ എൻ്റെ ജന്മദിനത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേരാനായിട്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ദൈവം ക്രമീകരിച്ച ദിവസം എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമായിരുന്നു. അന്ന് ബർത്ത്ഡേയുടെ ദിവസം ഞങ്ങളെല്ലാവരും അമ്മ വീട്ടിൽ ഒരുമിച്ച് കൂടി കേക്കൊക്കെ മുറിച്ച് കുഞ്ഞു രീതിയിൽ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനായിട്ട് അങ്ങനെ മനോഹരമായ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് കർത്താവ് അതിനെ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തു. ശരിക്കും ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഒരു കുഞ്ഞാഗ്രഹം ആ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞതുപോലെ എൻ്റെ ഒരു കുഞ്ഞാഗ്രഹം പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞു. അത് ഏറ്റവും മനോഹരമായ രീതിയിൽ പരിശുദ്ധ അമ്മ ക്രമീകരിച്ചത്. ഏറ്റവും മനോഹരം എന്ന് പറയാനായിട്ട് പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ കൂടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ജനുവരിയിൽ അമ്മച്ചി ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് പോയി. അപ്പോൾ അത് ഏറ്റവും അവസാനത്തെ ഗ്യാതറിംഗ് ആയിരുന്നു. അത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയോട് ഞാൻ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചത് കൊണ്ട് പരിശുദ്ധ അമ്മ വഴിയായിട്ട് അത് സാധിച്ചു. നമ്മളെപ്പോഴും നമ്മുടെ വലിയ വലിയ നിയമങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറയാറ്. പക്ഷേ ഇവിടെ ഓരോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഒത്തിരി മനോഹരമായിട്ട് ക്രമീകരിക്കും. ഇവിടെ വലുതും കുഞ്ഞുമായ എല്ലാ ആഗ്രഹങ്ങളിലും പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെടാനായിട്ട് സാധിക്കും. അതിനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ഞാൻ ആ ശുശ്രൂഷയ്ക്ക് വില കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇടപെട്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈശോയുടെ കാര്യങ്ങൾക്കായിട്ട് വില കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മ ഇവിടെ എല്ലാ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളിലും അത് തക്കതായ സമയത്ത്, എൻ്റെ സമയത്തിനായിട്ട് ഞാൻ വാശിയൊന്നും പിടിച്ചില്ല. ഈ 3 ദിവസത്തിനുള്ള എനിക്കത് ക്രമീകരിച്ച് തരണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് പരിശുദ്ധ അമ്മയുടെ സമയത്ത്, സ്വർഗം ആഗ്രഹിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ ക്രമീകരിച്ച് തരാൻ ഏറ്റവും മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച് തരുന്ന ഒരു അമ്മ നമുക്കുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും സങ്കടം അതാണ്, ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായിട്ട് ഞാൻ അമ്മയെ പലപ്പോഴും വിളിച്ചിട്ടില്ലല്ലോ എന്നൊരു സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പരിശുദ്ധ അമ്മയോട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒത്തിരി കൃപകൾ, ലൗകികവും ഭൗതികവുമായ ആത്മീയവുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വർഷിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനായിട്ട് തുടങ്ങി, കൂടുതൽ ജപമാലകളൊക്കെ ചൊല്ലി തുടങ്ങിയപ്പോൾ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ അമ്മ ഒന്നുമല്ലാതിരുന്ന എന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ഞാൻ ഓർക്കാണ്. കാരണം ഒരു സാധ്യതയും ഇല്ലാതിരുന്നിട്ട് പോലും എനിക്ക് വലിയ കഴിവുകളോ അല്ലെങ്കിൽ വലിയ ഒന്നും ആയിരുന്നില്ല ഞാൻ. പക്ഷേ എന്നിട്ടും ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നു എന്നൊരൊറ്റ കാരണത്താൽ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാരണങ്ങളാൽ പരിശുദ്ധ അമ്മ എന്നെ ഈ പാലാ രൂപതയിലെ 9 അംഗ സർവീസ് ടീം, ഇവാഞ്ചലൈസേഷൻ്റെ 9 അംഗ സർവീസ് ടീമിലെ ഒരംഗമാക്കി മാറ്റി. ഒരു രൂപതയിൽ നിന്ന് ആകപ്പാട് 9 പേരെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളൂ. അതിൽ ഒരംഗമായിട്ട് ഒരു യോഗ്യതയും ഇല്ലാത്ത, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും മേന്മകളൊന്നും ഭാവിക്കാനായിട്ടില്ല, ബലഹീനതയിലാണ് അഭിമാനം കൊള്ളുക എന്ന് പൗലോസ്ലീഹ പറയുന്ന പോലെ അങ്ങനെ കുറച്ച് ബലഹീനതകൾ മാത്രമുള്ള എന്നെ ആ ഒരു സർവീസ് ടീമിലേക്ക് യൂത്ത് മിനിസ്ട്രിയുടെ കോൺടാക്ട് പേഴ്സണായിട്ട് പരിശുദ്ധ അമ്മ ഉയർത്തുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിലൊക്കെ ഞാൻ പലപ്പോഴും അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മേ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്നെ, കാരണം ഒരു ലൗകികമായ മേന്മകളോ അല്ലെങ്കിൽ പറയത്തക്ക ആത്മീയമായ രീതിയിൽ വലിയ മേന്മകളോ ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കുറച്ചുകൂടെയൊക്കെ ഒന്ന് എത്തിയിട്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ടും ഇച്ചിരിയൂടെയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഒരു നല്ല ജോലിയൊക്കെ ആയി അങ്ങനെയൊക്കെ ആയിട്ട് പോരെ ഇങ്ങനെ ഒരു ശുശ്രൂഷ ജീവിതം, അങ്ങനെയൊക്കെ പരിശുദ്ധ അമ്മയോട് ഞാൻ സംശയങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ എൻ്റെ ഈ തകർന്ന ഒരവസ്ഥയിലും ഒക്കെ ആ ഒരു ഈശോയെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ സാക്ഷ്യം കൊടുക്കാനായിട്ട് സാധിക്കണം. അതിലാണ് ഏറ്റവും കൂടുതൽ, അപ്പോഴാണ് ആ ശുശ്രൂഷ അനുഗ്രഹമായിട്ട് തീരുക എന്ന് പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ചു തന്നു. ആ ഒരു കിട്ടിയ ബലത്തിൻ്റെ പുറത്താണ് ഇന്ന് പാലാ രൂപതയിൽ ഓടി നടന്ന് യുവജനങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു ആനിമേറ്റർ ചേച്ചിയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ ഒക്കെ എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പറ്റം യുവജനങ്ങൾ എൻ്റെ കൂടെയുണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്.
പരിശുദ്ധ അമ്മയുടെ സ്നേഹമൊക്കെ തിരിച്ചറിഞ്ഞ് അനന്തരം വിശുദ്ധ ബലി അർപ്പിച്ച് വചനമൊക്കെ വായിക്കുന്ന ആ വചനത്തിൻ്റെ ബേസൊക്കെയുള്ള ശക്തമായിട്ട് ജപമാലകളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം യുവജനങ്ങൾ ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഇന്ന് അനേകം ഇടവകളിലൂടെ ഓടി നടക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും ഒക്കെ ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ഓരോ ശുശ്രൂഷയിലും ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഓരോ ശുശ്രൂഷയ്ക്കും കടന്നു വരിക. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക വികാരിയച്ഛൻ്റെ ബ്ലെസ്സിങ് കൈവെപ്പ്, അതാണ് ഞങ്ങൾക്ക് ആ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ആ അച്ഛൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ച് ഞങ്ങൾ ഓരോ ശുശ്രൂഷയ്ക്കും കടന്നു ചെന്ന് പരിശുദ്ധ അമ്മയോടൊക്കെ പ്രത്യേകമായി മധ്യസ്ഥം നേടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കുമ്പസാരി ചൊരുങ്ങി ആ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുമ്പോൾ ആ കുഞ്ഞുങ്ങളിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ പരിശുദ്ധ അമ്മയുടെ വിലയൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട്, ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും അത് കേൾക്കാനായിട്ട് തയ്യാറാവുകയാണ്. അവരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങളും ഇങ്ങനെ ആ ഒരു ഗ്രൂപ്പിലൊക്കെ ഞങ്ങളെയും കയറ്റാവോ, ഞങ്ങളും ഇങ്ങനെ ഓടി നടന്നോട്ടെ ഈശോയ്ക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ സ്കൂളിലും വന്ന് ചെയ്യാമോ. അങ്ങനെ ആ കുഞ്ഞുങ്ങളിലേക്കും ആ ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് ഒക്കെ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ യോസേപ്പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം ഒക്കെ ഞങ്ങൾക്ക് ആ കൂട്ടായ്മയിൽ പ്രത്യേകമായിട്ടും ലഭിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് യുവജനങ്ങൾ നയിക്കുന്നു എന്ന് പറയുമ്പോഴും അവരാരും പെർഫെക്റ്റ് ആയിട്ടുള്ള യുവജനങ്ങളൊന്നുമല്ല. ഒരുപാട് തകർച്ചയിലും ഒക്കെ കഴിഞ്ഞ യുവജനങ്ങളാണ്, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ട്, തെറ്റായ പ്രേമ ബന്ധങ്ങളിലൊക്കെ പെട്ടവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം അതെല്ലാം വലിച്ചുപേക്ഷിച്ച് ഒരിക്കൽ പോലും ആ തെറ്റിലേക്ക് ഇനി വീണു പോവാതെ ആ ഒരു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒട്ടനവധി മക്കൾ ഞങ്ങൾക്കുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും, പലപ്പോഴും പ്രതിസന്ധികളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെ ഭവനങ്ങളിൽ നിന്ന് അല്ലെ ഇടവകയിൽ അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് പ്രതിസന്ധികളൊക്കെ വരാറുണ്ടെങ്കിലും അതിലൊന്നും അടിപത്രാതെ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നത് ഈ പരിശുദ്ധ അമ്മയാണ്. ഞങ്ങളെ മുറുകെ പിടിച്ചേക്കുന്ന ഈ ജപമാലയാണ് ഞങ്ങളെ അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, നമ്മൾക്ക് ഒരു കുഞ്ഞു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടോ ഒക്കെ നമ്മൾ പുറകോട്ട് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒന്നുമല്ല, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് കർത്താവിനായിട്ടൊക്കെ ഓടണം, ആ പരിശുദ്ധ അമ്മയുടെ സ്നേഹമൊക്കെ നുകരണമെന്നുണ്ട്, അല്ലെങ്കിൽ ഈശോയോട് കൂടുതൽ അടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല സോഴ്സ് പരിശുദ്ധ അമ്മയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രതിസന്ധികളിലൊക്കെ നമ്മൾ കൂടി നടന്ന് സഹായിക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ജപമാല പ്രാർത്ഥന നമ്മൾ ശക്തമായിട്ട് ചെല്ലുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കൃപ നമ്മളുടെ ഒപ്പം ഉണ്ടാവും. ആ ഒരു സ്വർഗത്തിലേക്ക് നമുക്ക് എത്താനായിട്ടുള്ള ഏറ്റവും വലിയൊരു കുറുക്ക് വഴിയാണ് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യുവജനങ്ങളായ നമുക്കടക്കം അത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഒത്തിരി മടുപ്പായിരിക്കും, അല്ലെങ്കിൽ ജപമാല മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്താനായിട്ടൊക്കെ മടിയൊക്കെ വിചാരിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. പക്ഷേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു എഫേർട്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് ആ കൃപ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ ആ കൃപ നമുക്ക് തരും. അങ്ങനെ ആ കൃപ തന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മടിയും കൂടാതെ എവിടെയാണെങ്കിലും ആരോടാണെങ്കിലും വചനം പ്രഘോഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരിടത്ത് തെറ്റ് കാണുമ്പം അത് തിരുത്താനായിട്ട് ഒക്കെയുള്ള ശക്തി ആ പരിശുദ്ധ അമ്മയിലൂടെ, ഒരു ശുശ്രൂഷ മനോഭാവം ഒക്കെ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കും. ഒത്തിരി അനാഥാലയങ്ങൾ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ അങ്ങനെയൊക്കെ സന്ദർശിക്കാനായിട്ട്, ആരോരും ഇല്ലാത്തവരെയൊക്കെ ആശ്വസിപ്പിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കടന്നുപോയ ഓരോ തകർച്ചയുടെ മേഖലയിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഇന്ന് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ ജപമാലയിലൂടെ തന്ന ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഏതൊക്കെ ഘട്ടങ്ങളിലാണെങ്കിലും, അത് പ്രതിസന്ധികളാവാൻ, സന്തോഷങ്ങളാവാം, സങ്കടങ്ങളാവാം, ഏതൊക്കെ ഘട്ടത്തിലാണെങ്കിലും ജപമാലയോട് ചേർന്ന് നിൽക്കാനായിട്ട്, എല്ലാ ദിവസവും ജപമാല ചൊല്ലിയേ കടന്നു പോകൂ എന്നൊരു തീരുമാനം എടുക്കാനായിട്ട്, വിശുദ്ധ ബലിക്കൊക്കെ മുൻപ് ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ആ വിശുദ്ധ കുർബാനയിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു പോകാനായിട്ട്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് കടന്നു പോകാനായിട്ട് ഒക്കെയുള്ളൊരു കൃപയ്ക്കായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.